ഇച്ചിരി യോഗട്ട് കഴിക്കാൻ കേട്ടോ. പാവം കുട്ടിക്ക് ചൂടെടുത്തിട്ടാന്ന് തോന്നുന്നു. ആകെ ഒരു ക്ഷീണുണ്ട്. ഇന്ന് നല്ല ഉച്ചയ്ക്കാണ് ഞങ്ങള് കുളിക്കാൻ പോയതേ. അപ്പൊ ആ ഒരു താഴേക്കായോ സാരില്ല, താഴെ എടുക്കണ്ട. താഴത്തെ എടുക്കണ്ട, അമ്മ ക്ലീൻ ചെയ്യാ. എടുക്കണ്ടടാ. എപ്പോഴും അവർക്ക് ഈ സമ്മർ കഴിയണവരെ സൂക്ഷിച്ച് വെയിലൊന്നും അധികം കൊള്ളാതെ കൊണ്ടുപോകണം ചുന്ദരീനെ. ഞങ്ങൾ 6 മണിക്ക് ശേഷമേ നടക്കാൻ പോകുള്ളൂ. അപ്പൊ പിന്നെ വലിയ ചൂടുണ്ടാവില്ലല്ലോ, കാറ്റും ഉണ്ടാവും ചെറുതായിട്ട്. നമ്മൾ ഈ യോഗട്ടാണ് വാങ്ങണത് കേട്ടോ. ഇതില് 0 ഷുഗർ ആണ്. കുഞ്ഞാറു ഇവിടെ അത്ര ചൂടില്ല. നാട്ടിലൊന്നും അത്ര ചൂടില്ലെങ്കിലും അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഇന്നിപ്പോ നാട്ടില് വീട്ടിലൊക്കെ ഇങ്ങനെ ബ്രീഡായിട്ട് വളർത്തുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ അവർ കഴിച്ച ഭക്ഷണത്തിന്റെ പൗള്, അത് കഴുകുന്ന വിധം, അല്ലെങ്കിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന വിധങ്ങള്. കാരണം ചൂടുകാലത്ത് അവരുടെ സലൈവയും അതേപോലെ തിക്കായിരിക്കും. അതുകൊണ്ട് എന്താ പറയുക, പാത്രത്തിൽ അങ്ങനെ പറ്റിപ്പിടിക്കും. പിന്നെ അതിന്റെ ജേംസ് വരാനും ഇത് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകുക. നമ്മൾ ഈ പ്രില്ലോ ഇതോ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അവർക്കുള്ള ഡിഷ് വാഷർ ഉണ്ട്, അത് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെറും സ്ക്രബ് ഇട്ട് കഴുകിയിട്ട് ചുടുവെള്ളം ആക്കി വെക്കുക. എന്നിട്ട് പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ വെള്ളം കളഞ്ഞത് യൂസ് ചെയ്യുക. അത് നല്ലോണം നോക്കേണ്ട കാര്യമാണ്. കാരണം ഇവരുടെ ഗട്ടാണ് ഇവരുടെ ലൈഫ്. ഇവരുടെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് ആദ്യം എഫക്ട് ചെയ്യുക ഗട്ട്. നമുക്ക് ചിലപ്പോൾ പറയുമ്പോൾ തമാശയായിട്ട് തോന്നും, അല്ലെങ്കിൽ ചിരി വരികയൊക്കെ ചെയ്യും. സംഭവം ആദ്യം ഇവരുടെ റിസൾട്ട് ചെയ്യുന്ന എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവരുടെ പോട്ടിയിലാണ്. അതുകൊണ്ട് അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ലൈഫ് സ്റ്റൈല് എല്ലാം ആ പോട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയും. ഇപ്പൊ ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും, ബ്ലാക്ക് ആണെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ബ്ലാക്കും ഡാർക്ക് ഗ്രീനും എപ്പോഴും ചെക്ക് ചെയ്യുക. അത് ഗട്ട് ഫീൽ ബാക്ടീരിയ കൂടിയിട്ട് വരുന്ന പോട്ടിയാണ് അങ്ങനെ വരിക. അല്ലേ, അങ്ങനെയല്ലേ വരാം. നല്ലതാ കൂട്ടോ. പിന്നെ നല്ല നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം നടന്നു പോയി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് നനച്ചിട്ട് നന്നായി പിഴിയുക, എന്നിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. മേല് അങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ, നനഞ്ഞ തുണി അത് മോശമാണ്. അങ്ങനെ ഇടരുത്. ആ വെള്ളം നനവ് എങ്ങനെയാന്ന് പറഞ്ഞൊന്ന് തട്ടി അപ്പോഴേക്കും ഉണങ്ങുന്ന പോലെ അത്രേ പാടുള്ളൂ. അതെ, കാലിന്റെ ജോയിന്റ്സ്, പോസിന്റെ അടി പെട്ടെന്ന് അവർക്ക് സെൻസ് ചെയ്യാം. അപ്പൊ ബോഡി പെട്ടെന്ന് തണ്ടും. പിന്നെ ചൂട് കൂടുതലുള്ള സമയത്ത് നടക്കാൻ കൊണ്ടുപോകാതിരിക്കുക. നമ്മൾ അവർ കളിക്കുകയാണെങ്കിൽ വിചാരിക്കും, പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഈ എക്സോസ്റ്റഡ് ആവും, ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ആവും, ഹീറ്റ് ഭയങ്കരമായിട്ട് അടിക്കും. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അല്ലേ അമ്മേ? ഇന്ന് ആള് കുറച്ചൊരു മൂടിയാണ്. കുളിച്ചു വന്നതിന്റെ ക്ഷീണം. ഇവിടെയും ഇന്ന് കുറച്ചൊരു ചൂട് നല്ലോണം ഫീൽ ചെയ്യുന്നു. അതിന്റെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടോ? ഞാനൊരു യോഗട്ട് കൊടുത്തു. ഇടയ്ക്ക് യോഗട്ട് ഒക്കെ നല്ലതാണ്. അതേപോലെ മോര് നല്ലതാണ്. മോര് എന്ന് പറഞ്ഞാല് അതില് വേണമെങ്കിൽ ഒരു ഇത്തിരി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കൊടുക്കാട്ടോ. അവർക്ക് പറ്റാത്ത വെജിറ്റബിൾസ് ഒന്നും കൊടുക്കരുത്. പിന്നെ കുക്കുംബർ ഇല്ലേ നമ്മളുടെ വെള്ളരിക്ക, നല്ലോണം കൊടുക്കുക. അതായത് ഈ ചിക്കൻ, മുട്ട അതൊക്കെ രാവിലത്തെ ഭക്ഷണത്തിന് നന്നായിട്ട് കൊടുക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ ചിക്കൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളരിക്ക, ഇത് എന്താ പറയാ, പംകിൻ, ആ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ നന്നായിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ക്യാരറ്റ് ഒക്കെ വളരെ നല്ലതാണ് അവർക്ക്. വാട്ടർമെലൺ കൊടുക്കാം, മസ്ക് മെലൺ, പപ്പായ കൊടുക്കാം. അധികം വല്ലാണ്ട് പഴുത്തത് കൊടുക്കരുത്. കുറച്ച്, അതായത് പച്ചന്ന് വിടുകയും വേണം, എന്നാ കുറച്ച് പഴുത്തത് അങ്ങനെ ആക്കിയിട്ട്. കാരണം അതിലൊക്കെ ഷുഗർ കണ്ടന്റ്, പപ്പായയിലായാലും വാട്ടർമെലണിലായാലും ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കൊടുക്കുക. മോര് വളരെ നല്ലതാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ. പിന്നെ ഇളനീര് കുടിക്കുകയാണെങ്കിൽ ഇളനീര് കൊടുക്കാം. ഇളനീരിൽ കുറച്ച് ആ തേങ്ങയുടെ ഇതും കൂടെ ഇട്ടിട്ട് കൊടുത്തോളൂ. അതെ, അപ്പൊ അവർക്ക് വിശപ്പം മാറും. അവർക്ക് നല്ലൊരു എന്താ പറയാ, അപ്പറ്റൈസറുമാണ്. ഐസ് ഉച്ചയ്ക്ക് 1-2 പീസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. അതെ, വല്ലാണ്ട് ഒരുപാട് കൊടുക്കണം എന്നല്ല, നോക്കിയിട്ട് കൊടുക്കുക. കാരണം എല്ലാവർക്കും സെറ്റ് ആയിക്കൊള്ളുന്നില്ല. ഡേസോട്ടിക്ക് അത് ഓക്കെയാണ്. ചില മടിച്ചികൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. അപ്പൊ നമ്മൾ അതേപോലെ അത് കൺട്രോൾ ചെയ്യേണ്ടത് ഫുഡിലാണ്. ഫുഡിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ക്വാണ്ടിറ്റി ആക്കി കൊടുത്തില്ലെങ്കിൽ ചില മടിച്ചികൾ, കൈയെടുത്ത് എന്റെ കാലിന്മേ വെച്ച് കിടക്കുന്ന ചില മടിച്ചികളെ പോലെയുള്ള മടിച്ചികൾ വെള്ളം കുടിക്കാൻ മടിയാണ്. ഞാൻ ഈ സ്ട്രോബെറി അതേപോലത്തെ ഇതില്ലേ ഫ്രൂട്ട്സ് ഒക്കെ എന്താ പറയാ, ഒന്നുകിൽ ജ്യൂസ് അടിച്ചിട്ട് ഈ പോപ്സിക്കിൾ മാതിരി ഉണ്ടാക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത് ഐസ് ക്യൂബ്സിന്റെ ഉള്ളിൽ ഐസ് ബോക്സ് ഇല്ലേ, അതിൽ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. ഫ്രൂട്ട്സും വെള്ളവും കൂടി ഐസ് ട്രേ അതിൽ ആ ജ്യൂസ് അങ്ങനെ ഒഴിച്ച് വെക്കുക. ഫ്രഷ് ഫ്രൂട്ടിന്റെ ജ്യൂസ് അങ്ങനെ ആക്കി വെച്ചിട്ട് ഐസ് ആയിട്ട് വന്ന ശേഷം കൊടുത്താൽ ഐസ് കുഴപ്പമൊന്നുമില്ല അവർക്ക്. അത് ഇടയ്ക്ക് കൊടുക്കുന്ന അവർക്ക് ഒരു സുഖമാണ്. ചിലവർ കഴിക്കും, ചിലവർ കഴിക്കില്ല കേട്ടോ. പൊതുവെ അവര് കടിച്ചാണ് കഴിക്കുക, അവരിങ്ങനെ മെൽറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. പിന്നെ സമ്മറിൽ ടിക്സ് കുറച്ച് ജാസ്തി ഉണ്ടാവും, അപ്പൊ അത് ശ്രദ്ധിക്കണം. അതെ, എപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നും നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോ അവരുടെ ആ ഒരു എന്താ പറയാ, ഒരു ഫ്രഷ് ഫീൽ അവർക്കും കിട്ടും നമ്മള് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോ. അപ്പൊ നമുക്കും ഒരു എന്താ പറയാ സമാധാനം ഉണ്ടാവുമല്ലോ, ടിക്ക് അവരുടെ മേത്ത് ഇല്ല എന്നുള്ളതും. എന്നാലും ഈ കുറച്ച് ഫറൊക്കെ ഉള്ള
കുഞ്ഞുമണികൾക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ബ്രഷ് ചെയ്ത് ഇവര് കൊടുക്കാം. പൊതുവെ ടിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് മുടി ഷോർട്ട് ഹെയർ കുറവായതുകൊണ്ട്. ആയോണ്ട്. നേരെ മറിച്ച് റിട്രീവർ അതെ അതെ ഏത് ബ്രീഡ് ആണെങ്കിലും റിട്രീവർ, ഹസ്കി, ജർമ്മൻ ഷെപ്പേർഡ് അതെ ഇങ്ങനത്തെ ഉള്ളതിന് നല്ലോണം ശ്രദ്ധിക്കണം. അല്ലേ? അതെ. എന്ത് ആക്ച്വലി ഈ ശ്രദ്ധിക്കണം ഇവിടെ. ടിക്കിന് കുറെ മരുന്നുകളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം സേഫ് ആണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ടിക്കിന് ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ശരിക്കും അഡ്വൈസബിൾ ഒന്നല്ല. അല്ല ചിലവര് അല്ല മുടി കൊഴിച്ചലിനും ടിക്കിനൊക്കെ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കും. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ആവും ചെയ്യും ഓൺ ദ ലേറ്റർ സ്റ്റേജ്. അതൊക്കെ മാക്സിമം ഞാനൊരു ഇത് കണ്ടു. എന്താ പറയാ, ഒരു ടിപ്പ്, ഈ ക്ലോവ്സ് ഇല്ലേ, ക്ലോവിന് എന്താ മലയാളത്തിൽ പറയാ, ഗ്രാമ്പു അല്ലേ, ഗ്രാമ്പു ഒന്ന് ചതച്ചിട്ട് വെളിച്ചെണ്ണ ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ വേണമെങ്കിൽ നീമില്ലേ, നീം ഓയിൽ, വേപ്പെണ്ണ, അതും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണിന് ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ അങ്ങനത്തെ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡെയിലി വേണമെങ്കിൽ നടക്കാൻ പോകുമ്പോഴോ അങ്ങനെ വല്ലതും ഒരു ഇത്തിരി കയ്യിലാക്കിയിട്ട്. കൈപ്പൊടി എന്താ പറയാ, ചെപ്പടി പൊടിക്കൈ വിദ്യകളാണ് ഇതൊക്കെ. നേരെ മറിച്ച് പണ്ടത്തെ കാലത്ത് നീം ഓയിൽ, അതായത് വേപ്പെണ്ണ വേപ്പെണ്ണ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് പറമ്പിലേക്ക് വിടുക. അങ്ങോട്ട് ഉരുണ്ട് കളിച്ച് എല്ലാം റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നോളൂ. എന്നിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. ക്ലോവ് ഓയിൽ ആക്ച്വലി ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഡിസ് ബേബിയുടെ മേലെ ടിക്കൊന്നും ഇല്ല. ഞാൻ എല്ലാ പ്രാവശ്യം നടക്കുമ്പോഴും ബ്രഷ് ചെയ്യും. നോക്കാം ക്ലോവ് ഓയിൽ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഞാൻ പറയാം. പിന്നെ ഇവരുടെ ഈ പൗഡർ ഒക്കെ ഇല്ലേ, അതായത് ഹിമാലയയുടെ പൗഡർ, അതൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അതിലൊക്കെ ശരിക്കും ഒരു മെന്തോൾ എഫക്ട്, തണുപ്പിന്റെ എഫക്ട് ഉണ്ട് അതില്. ഈ നമ്മുടെ ഡെർമിക്കൂൾ നമ്മൾ ഇടുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. അതുപോലുള്ള ഒരു സാധനങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യണോണ്ട് അവൾക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അതിൽ വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇതും ഉണ്ടല്ലോ, ചൂടുന്ന ഒരു ചെറിയ ശമനം കിട്ടും. അതെ അതാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആക്ച്വലി ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടണം, ലോങ് വീഡിയോ ഒക്കെ എടുത്ത് ഇടണം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവളുടെ വർത്താനം ഒക്കെ കേട്ടിട്ട് എടുക്കാൻ മറന്നുപോയി. എല്ലാത്തിനും വർത്താനം പറയും നല്ലോണം, അവളുടേതായ ഭാഷയില്. ഇല്ല പൊന്നാ, ഇന്നലെ അമ്മോട് വേഗം കഴിക്കാൻ പറഞ്ഞു. അതെ, അച്ഛമ്മ എടുത്ത് വേഗം കഴിക്കാൻ, അവളുടെ ഭാഷയിലാണ്. ഇങ്ങനെ നോക്കിട്ട് എന്താ ഒച്ച ഉണ്ടാക്കി, അച്ഛമ്മ എടുത്ത് വേഗം വന്ന് കഴിക്കുക. അപ്പോഴല്ലേ അവൾക്കും കിട്ടുക. അതിനാണ് അച്ഛമ്മയാണ് അവളുടെ ഗോ ടു പേഴ്സൺ. കാരണം അച്ഛമ്മ എന്ത് കഴിച്ചാലും സൈഡിൽ കൂടെ കുറച്ച് വീഴും. പിന്നെ അച്ഛമ്മയായിട്ട് 2 പീസ് കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛമ്മയാണ് അവളുടെ ഗോ ടു പേഴ്സൺ. എന്റെ കുഞ്ചിക്ക് അതെ, കുളിച്ചപ്പോ ഭയങ്കരമായിട്ട് ക്ഷീണമായി കുട്ടിക്ക്. യോഗട്ടൊക്കെ കഴിച്ചപ്പോ കുമ്പയൊക്കെ ഫുള്ളായി. അതെ, അതാണെങ്കിൽ ഇന്ന് നമ്മള് ഫ്രൂട്ട് ബൗൾ വാങ്ങിച്ചിട്ട് വല്ലാത്ത ഫ്രൂട്ട് ബൗൾ ആയിപ്പോയി. അത് 3 ആൾക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പാർസലാക്കി. എന്നാലും അവള് ഞാൻ അതെടുത്ത് ബാക്കിൽ വെച്ചപ്പോ ഇനിയും വേണമെന്ന്. അവള് എന്നാ വേണ്ട പറയാത്ത, അതില്ല ഒന്നും പറയില്ല കുഞ്ഞുമണി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവർക്ക് വർത്താനം പറയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. അവര് ഒന്ന് സൈലന്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണം ഇല്ലാണ്ട് അവര് സൈലന്റ് ആവില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് അവർക്ക് പറയാൻ അറിയില്ലല്ലോ. അതെ, എല്ലാരും ശ്രദ്ധിക്കും. പക്ഷെ എന്നാലും പറയാ, ഒരു സമാധാനം ടിപ്സ് ആയിട്ട് കിടക്കാക്കി. അവർക്ക് എന്തെങ്കിലും വയ്യെങ്കിൽ ആദ്യം വയറിനാണ് അറിയാം. അതെ. പിന്നെ എന്റെ കുഞ്ഞുമണി, പഴയ കുഞ്ഞുമണിയെ പോലെ എന്തെങ്കിലും ഇങ്ങനെ പെറുക്കി തിന്നുന്നാണെങ്കിൽ അതും എന്തായാലും അതെ, ഞങ്ങൾ അങ്ങനെയൊക്കെ തിന്നാറുണ്ട്. പ്ലാസ്റ്റിക് ചെരുപ്പ് ഇപ്പൊന്നല്ല, ഞാൻ വന്ന ചെറുപ്പത്തിലേ വന്ന സമയത്തൊക്കെ കുറുമ്പിക്കാളിയായിരുന്നു. കുറുമ്പി നീ തന്നെ ഇല്ലാണ്ടാര് നീ കഴിഞ്ഞാ പിന്നെ ഈ വീട്ടിൽ അടുത്ത കുറുമ്പി നിന്റെ അമ്മ. അച്ഛൻ മാത്രം നല്ല കുട്ടി, പാവാടാ. ഈ നമ്മളുടെ ഈ പോസിന്റെ അടിയില് രണ്ട് നഖത്തിന്റെ അടിയിലൊക്കെ ടിപ്സ് ഉണ്ടാവും. അപ്പൊ ക്ലീൻ നമ്മൾ തുടച്ചു കൊടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നീ മെറ്റീരിയൽ ആണ്, മനസ്സിലായി? മെറ്റീരിയൽ പോസിന്റെ അടിയിൽ പറയുമ്പോ പോസിന്റെ അടിയിൽ, അല്ലെങ്കിൽ നഖത്തിന്റെ അടിയിൽ പറയുമ്പോ നഖത്തിന്റെ ഇടയിൽ കേട്ടോ. മീൻസ് 2 വിരലിന്റെ ഇടയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ ലാബിലൊക്കെ കിടക്കണ ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് കാലിന്റെ ഇടയിൽ വരുമ്പോ ഇവിടെ നമ്മളങ്ങനെ കുറുമ്പ് പിടിപ്പിക്കാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നോക്കട്ടെ മുഖം. അപ്പൊ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറയൂ. അടുത്ത ആഴ്ച ഇതുമല്ല, ഈസ്റ്റർ അല്ലേ? എല്ലാരും ഓരോരോ തിരക്കിലൊക്കെ ആയിരിക്കുമല്ലോ. അതെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ വിഷസ്. ഹാപ്പി ഈസ്റ്റർ. ഗുഡ് നൈറ്റ് ഫ്രം ഡേറ്റ്സ് മണി. ഇതാ നോക്കണം. ഓക്കെ, പറയൂ. ടാറ്റാ.